ബിഗ് ബോസ് സീസൺ 6 എപ്പിസോഡ് 88 റിവ്യൂ ആണ്. ബിഗ് ബോസ് മുൻ സീസണുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിട്ടുള്ള, ഏറ്റവും കൂടുതൽ ആളുകൾ സംസാര വിഷയമാക്കി മാറ്റിയിട്ടുള്ള പരകായ പ്രവേശം ടാസ്ക് ആയിരുന്നു ഇന്ന് ഹൗസിൽ നടന്നത്. ഇന്നത്തെ എപ്പിസോഡിന്റെ ഹൈലൈറ്റും അതുതന്നെയായിരുന്നു. ഇന്നത്തെ ലൈവിലും ഏറ്റവും കൂടുതൽ ആസ്വദിച്ച് കാണാൻ പറ്റിയത് പരകായ പ്രവേശം ടാസ്ക് ആണ്. പിന്നെ ഉണ്ടായിരുന്നത് ഉർവശി ചേച്ചി ഒരു സിനിമയുടെ പ്രൊമോഷനുമായി ഹൗസിലേക്ക് വന്ന ആ ഒരു സംഭവമായിരുന്നു. ഈ പരകായ പ്രവേശം ടാസ്ക് ശരിക്കും പറഞ്ഞാൽ ഒത്തിരിയധികം ഗെയിം സാധ്യതകൾ തുറന്നിരുന്ന ഒരു ടാസ്ക്കാണ്. എന്നാൽ അവസാന ഘട്ടത്തിന്റെ ആവേശമൊന്നും ഇല്ലാതെ വളരെ ലൈറ്റ് ആയിട്ടാണ് കണ്ടസ്റ്റൻസ് ഇതിനെ നോക്കി കണ്ടത്. അത് മതി, അതിന്റെ ആവശ്യമുള്ള സീസൺ 6-ൽ എല്ലാ ആൾക്കാരും അവരുടെ ക്രിയേറ്റിവിറ്റിയുടെ മാക്സിമം ഈ ഒരു ടാസ്കിൽ കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ ചില ആളുകൾക്ക് അത്രയധികം പെർഫോം ചെയ്യാൻ പറ്റുന്ന ആൾക്കാരെ കിട്ടിയില്ല. ഇപ്പൊ ബിഗ് ബോസ് കണ്ടസ്റ്റൻസിന് ഒരു നിർദ്ദേശം കൊടുക്കുന്നുണ്ട്, ഇന്നയാളാവണം, ഇന്നയാളാവണം. അത് ശരിക്കും പറഞ്ഞാൽ ബിഗ് ബോസിന്റെ ഭാഗത്ത് നമ്മളാണെങ്കിലും അങ്ങനെ കൊടുക്കുകയുള്ളൂ. ഇതിന് മുന്നേ തന്നെ ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടുള്ള ഓരോ ആളുകളുടെയും കഴിവിനെ കുറിച്ചിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്. അതിൽ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് അർജുനൊക്കെ. അർജുൻ ശരിക്കും ജാൻമണിയെ ഇമിറ്റേറ്റ് ചെയ്ത ഒരു ഫണ്ണായിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മൾ സീസണിൻ്റെ ഒക്കെ തുടക്കത്തിൽ കണ്ടതാണ്. അപ്പോൾ അർജുനിലേക്ക് നോറയുടെ ഒരു ക്യാരക്ടർ വരുന്ന സമയത്ത് തകർത്താടുകയാണ്. നോറ ഓൾറെഡി ഇമോഷൻസ് എക്സാഗ്രേറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതിൻ്റെ മുകളിൽ അർജുൻ്റെ ഒരു പൊടി എക്സാഗ്രേഷനും കൂടെ കിട്ടപ്പെടുന്നതിന് സാധനം കയറി വേറെ റേഞ്ചായി. ഇന്നത്തെ ആ ഒരു ഡേ അർജുൻ അങ്ങോട്ട് തൂക്കിയടിച്ചു. പിന്നെ ജാസ്മിൻ്റെ കാര്യം നമുക്കറിയാം. ജാസ്മിൻ മിക്കവാറും ഉള്ള എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരാളാണ്. എന്തൊക്കെ ആൾക്കാരെ ഡീഗ്രേഡ് ചെയ്തെന്ന് പറഞ്ഞാലും നല്ല ഒബ്സർവേഷനാണ്. സിജു, അഭിഷേക്, സായി എന്നിവരൊക്കെ ഇരുന്ന് അനലൈസ് ചെയ്യുന്നത് പോലെയല്ല, വളരെ സിമ്പിളായിട്ടാണ് ഗെയിം അനാലിസിസുകളൊക്കെ ജാസ്മിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. ആ ഒരു ഒബ്സർവേഷൻ്റെ ഒരു പവർ കൊണ്ടാണ്, ആ ഒരു ഒബ്സർവേഷൻ കൊണ്ടാണ് ശരിക്കും കണ്ടസ്റ്റൻസിനെ ഏറ്റവും നന്നായിട്ട് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു കാര്യം ജാസ്മിൻ ചെയ്യുന്നതും. ഈ കഴിഞ്ഞ ദിവസം ഒരു രാത്രിയല്ലായിരുന്നോ, രാത്രി ബാക്കിയുള്ള ആളുകൾക്ക് മുന്നിൽ ഓരോ ആളുകളെയും അവരുടെ മാനറിസവും ഒക്കെ ജാസ്മിൻ കാണിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നല്ല രസമുണ്ടായിരുന്നു. ഇന്ന് സിജോയെ ജാസ്മിന് കിട്ടിയ സമയത്ത് ഒരു മധുര പ്രതികാരം തന്നെയായിരുന്നു ജാസ്മിൻ അവിടെ കാണിച്ചത്. ഈ കഴിഞ്ഞ ദിവസമൊക്കെ സിജോ ജാസ്മിനെ മലർത്തിയടിച്ചു, എന്താ പറയുന്നത്, എക്സ്പോസ് ചെയ്തു. ഇപ്പം ജാസ്മിൻ എക്സ്പോസ് ചെയ്യുന്ന എനിക്ക് തോന്നുന്നു ഈ കഴിഞ്ഞ 88 ദിവസമായിട്ട് എല്ലാ ദിവസവും എക്സ്പോസ്ഡ് ആവുന്നതാണ്. അപ്പം എക്സ്പോസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസ് നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ അന്ന് സിജോ എങ്ങനെയാണോ ജാസ്മിനെ ഡീൽ ചെയ്തത് അതിൻ്റെ വേറൊരു വേർഷനാണ് ഇന്ന് ജാസ്മിൻ തിരിച്ചു കൊടുത്തത്. ശരിക്കും സിജോയുടെ ഒരു ഗെയിം സിജോ പ്രേക്ഷകർക്ക് കൊടുക്കുന്നത് ഈ പറയുന്ന മാസ് ഡയലോഗുകൾ മാത്രമാണ്. അപ്പോൾ അതിന് വളരെയധികം കോമഡിയാക്കി മലത്തി അടിച്ചപ്പെടുന്നതിന് അത് മൊത്തത്തിൽ രസമുള്ളൊരു പരിപാടിയായിരുന്നു. ഇനി എപ്പിസോഡ് 88-ന്റെ റിവ്യൂയിലേക്ക് പോയി കഴിഞ്ഞാൽ ചന്ദ്രൻ ഉദിക്കുന്ന ദിക്കിലെ പാട്ടല്ലേ ഹമ്പേർട്ട് കുടുക്കി, ഞാനൊക്കെ മറ്റേ ബാല്യകാലത്ത് ഏറ്റവും കൂടുതൽ പാടിക്കൊണ്ട് നടന്ന ഒരു പാട്ടാണ്. എന്താണ് അതിൻ്റെ അർത്ഥം എന്നുള്ളത് എനിക്കറിയില്ല. ഹമ്പമ്പാടി ഡിസ്കമ്പാടി പോലത്തെ എന്തെങ്കിലും അർത്ഥമായിരിക്കും ഇതിനുണ്ടാവുക. ഈ ഒരു മോർണിംഗ് സോങ്ങിൻ്റെ ഇടയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ ആകർഷിച്ചത് ജിൻഡോയുടെ മ്യൂസിക് വിത്ത് ബോഡി മസിൽസ് ആയിരുന്നു. പലതവണ ഞാനത് ആഗ്രഹിച്ചിട്ടുണ്ട്. ഇന്നാണ് എനിക്ക് ജിൻഡോയുടെ ഭാഗത്ത് നിന്ന് അത് കിട്ടിയത്. അതിനുശേഷം പരകായ പ്രവേശം ടാസ്ക് അനൗൺസ് ചെയ്യുന്നതാണ് നമ്മൾ എപ്പിസോഡിൽ കണ്ടത്. ഇതിനിടയിലൊക്കെ കാര്യമായിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്, ഒത്തിരിയധികം ഡിസ്കഷൻസ് ഉണ്ട്. പക്ഷെ അതൊന്നും നമ്മുടെ സായി, അഭിഷേക്, അതേപോലെ തന്നെ സിജോ എന്നിവർ നടത്തിയ കൂട്ട് ഡിസ്കഷൻസ് ഒന്നുമല്ല. പെട്ടി പോയതോടെ ഡിസ്കഷൻസ് അവസാനിച്ച് ഇനിയിപ്പോൾ വേറെ വലിയ ഗെയിമൊന്നും ഈ ദിവസങ്ങളിൽ അവർക്ക് സംസാരിക്കാനായിട്ടില്ല. പരകായ പ്രവേശം ടാസ്കിൽ ഓരോ ആളുകളുടെ മാനറിസം, വേഷം, സ്വഭാവം, നിലപാടുകൾ, ഈ പറയുന്ന കാര്യങ്ങൾ, അഭിപ്രായ പ്രകടനങ്ങൾ, ഇതൊക്കെയാണ് ആളുകൾ ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ആരെ ഇമിറ്റേറ്റ് ചെയ്യണമെന്നുള്ളത് ബിഗ് ബോസ് പറഞ്ഞു കൊടുക്കുകയാണ്. അർജുൻ നോറ ഇമിറ്റേറ്റ് ചെയ്യണം, ജാസ്മിൻ സിജോയെ ഇമിറ്റേറ്റ് ചെയ്യണം, സിജു ശ്രീധുവിനെ, ഋഷി ജിൻഡോയെ, ജിൻഡോ ജാസ്മിനെ, ശ്രീധു അർജുനെ, നോറ അഭിഷേകിനെ. ഇതിനകത്ത് ഏറ്റവും പെർഫോം ചെയ്യാൻ സാധ്യതയില്ലാത്ത ഒരു ആളെ കിട്ടിയത് ശരിക്കും സിജോയ്ക്കൊക്കെയാണ്. ശ്രീധുവിനെ എന്ത് കാണിക്കാനാണ്? പക്ഷേ സിജോ മാക്സിമം കൊടുക്കുന്നുണ്ട്. ശ്രീധുവിൻ്റെ എന്താണ് ആളുകളുടെ മുൻപിലേക്ക് കോമഡി ആയിട്ട് അവതരിപ്പിക്കുക, അല്ലെങ്കിൽ ശ്രീധുവിൻ്റെ എന്ത് ഗെയിമാണ് എക്സ്പോസ് ചെയ്യുക? ശ്രീധുവിന് ആകെ 2 കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹത്തിൻ്റെ ഭാഷാപരമായിട്ടുള്ള ചില പരിമിതികൾ, തമിഴ് ഭാഷ കടന്നു വരുന്ന ചില രസകരമായിട്ടുള്ള മുഹൂർത്തങ്ങൾ, പിന്നെ ക്യൂട്ട്നെസ് എന്ന് പറയുന്ന ഒരു സംഗതി, പിന്നെ അർജുനുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്. ഇപ്പോൾ ഈ ക്യൂട്ട്നെസ് എന്ന് പറയുന്ന ഒരു സാധനം ഇത്തിരി ഓവറാണ്. കാരണം ഈ കോമൺ ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സിനനുസരിച്ചിട്ടുള്ള ഭംഗിയുള്ള ഒരാളാണ്. ഇവിടെയുള്ള ആളുകളുടെ ഭംഗി എന്ന് പറയുന്ന കോൺസെപ്റ്റ് അനുസരിച്ചിട്ടുള്ള ഒരാളാണ് ശ്രീധു. അപ്പോൾ ഭംഗിയുള്ള ഒരാളായതുകൊണ്ട് തന്നെ ക്യൂട്ട്നെസ് എന്ന് പറയുന്ന ഒരു ടാഗ് അവർക്ക് കൊടുക്കും. അതങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്രീധുവിൻ്റെ ഒരു ഗെയിമാണ് ക്യൂട്ട്നെസ് എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ശ്രീധുവിൻ്റെ ഒരു ഗെയിമായിട്ട് ആളുകൾ അതിനെ നോക്കി കാണുന്നുണ്ട്. ശ്രീധു ഇടുന്നതിനേക്കാളും ക്യൂട്ട്നെസ് ജിൻഡോ ഇടുന്നതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശ്രീധുവൊക്കെ എത്രയോ ഭേദം, ജിൻഡോ എന്തോരം ക്യൂട്ട്നെസ് അവർ ഇടുന്നുണ്ട്. മറ്റേ ശ്വേതയും സാബു മോനും ഒക്കെ വന്ന സമയത്ത്, വീക്കെൻഡ് എപ്പിസോഡുകളിൽ ലാലേട്ടൻ്റെ മുന്നിൽ, ഇന്ന് ഉർവശി ചേച്ചി വന്ന സമയത്ത്, ദിലീപേട്ടൻ വന്ന സമയത്തൊക്കെ
എന്തോരം ക്യൂട്ട്നെസ് ആണ് ജിൻഡോ ഭാര്യ അങ്ങോട്ട് വിതറുന്നത്. ജോജു ചേട്ടൻ വരുന്ന സമയത്ത് അവിടെ എല്ലാം ജിൻഡോ കാര്യമായിട്ട് തന്നെ ക്യൂട്ട്നെസ് ഇടുന്നുണ്ട്. ഏതായാലും സിജോയുടെ ശ്രീതു അഭിനയം വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് കിട്ടേണ്ട ആളുകൾ എന്ന് പറയുന്നത് ഗെയിമിൽ ഏറ്റവും പെർഫോം ചെയ്യുന്ന ആളുകളാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഒരു സംഭവം ഗെയിമിൽ കൊടുക്കുന്ന ആളുകളാണ്. അർജുനെ ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറയുന്നത് ഇത്തിരി കഷ്ടകരമായിട്ടുള്ള ഒരു പരിപാടിയാണ്. കൂടുതൽ ഇമിറ്റേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മറ്റേ പുറത്തുള്ള ഒരു മഞ്ഞ സോഫ ഉണ്ടല്ലോ അവിടെ പോയിരിക്കണം, കാലിങ്ങനെ എടുത്ത് മറ്റേ സോഫയിൽ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയിരിക്കണം. അതൊക്കെയാണ് അർജുൻ്റെ മെയിൻ പരിപാടി. പക്ഷെ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പ്രേക്ഷകർക്ക് ഇഷ്ടപ്പെടത്തില്ല. നോറയ്ക്കും കിട്ടി പണി അഭിഷേകിനെ ഇമിറ്റേറ്റ് ചെയ്യണം. അഭിഷേകിനെ എങ്ങനെ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ടാണ്? അഭിഷേക് എപ്പോഴും മറ്റേ ആ ഒരു ബീൻ ബാഗിൽ കിടക്കുന്ന ഒരു മച്ചാനാണ്. അഭിഷേക് ആണെങ്കിൽ ഋഷിയാണ് ഇമിറ്റേറ്റ് ചെയ്യേണ്ടത്. ഋഷി ജിൻഡോയെ ഇമിറ്റേറ്റ് ചെയ്യുകയാണ്. ജിൻഡോയുടെ ആ ഒരു സ്മോക്കിങ്, സൂര്യ നമസ്കാരം എന്നീ കാര്യങ്ങളൊക്കെ ആദ്യം തന്നെ ഋഷി ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റേ ജാസ്മിൻ്റെ നമ്പർ നോറയുടെ കയ്യിലുണ്ടെന്നും അവർ പ്ലാൻ ചെയ്ത് വന്നതാണെന്നും ഒക്കെ പറഞ്ഞിട്ടുള്ള ചില ഗെയിമൊക്കെ അവിടെ കളിക്കുന്നു. നോറയായിട്ട് അർജുൻ ഈ ഒരു ടാസ്കിന്റെ തുടക്കം മുതൽ അവസാനം വരെ അടിച്ച് പൊളിക്കുകയായിരുന്നു. നോറ ബ്രില്യൻ്റ് ആണ്, നോറ ഇൻസ്പിറേഷൻ ആണ് എന്നീ കാര്യങ്ങളൊക്കെ അർജുൻ അവിടെ നിന്ന് പറയുന്നുണ്ട്. മൊയന്ത് എന്ന് പറയുന്ന ഒരു വേർഡ് അവിടെ എടുത്തിടുന്നുണ്ട്. ജാസ്മിന് ചില കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്, ജിൻഡോയെ ചില കുറ്റങ്ങളൊക്കെ പറയുന്നുണ്ട്. നോറയുടെ ഏറ്റവും വലിയ ഗെയിമായിട്ടുള്ള കരഞ്ഞിട്ട് ബാത്റൂമിലേക്ക് ഓടി ആ ഒരു ക്യാമറയെ നോക്കി പ്രേക്ഷകരോട് സംസാരിക്കുന്ന ആ ഒരു കാര്യവും അർജുൻ നല്ല രീതിയിൽ ഇമിറ്റേറ്റ് ചെയ്യുന്നുണ്ട്. കൺഫെഷൻ റൂമിലേക്ക് വിളിക്കണമെന്ന് നമ്മുടെ നോറയായിട്ട് അഭിനയിക്കുന്ന അർജുൻ റിക്വസ്റ്റ് ചെയ്ത സമയത്ത് ബിഗ് ബോസ് കൺഫെഷൻ റൂമിലേക്ക് അർജുനെ വിളിക്കുകയാണ്, നോറയെ വിളിക്കുകയാണ്. അവിടെയും ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ അർജുൻ പെർഫോം ചെയ്തു. കൺഫെഷൻ റൂമിലും നോറ എക്സാക്റ്റ് നോറ എങ്ങനെയാണോ അതേപോലെ പെർഫോം ചെയ്തു. ഈ കൺഫെഷൻ റൂമിലെ കാര്യങ്ങൾ ശരിക്കും അർജുൻ നേരിട്ട് കണ്ടതുപോലെയുള്ള പെർഫോമൻസ് ആണ് അകത്ത് കാഴ്ചവെച്ചത്. എങ്ങനെയാണോ നോറ കൺഫെഷൻ റൂമിൽ ചെല്ലുന്ന സമയത്ത് നമുക്ക് ഫീൽ ചെയ്യുക അതേപോലെ തന്നെ മച്ചാൻ ചെയ്തു. ജാസ്മിൻ ഈ സമയത്തൊക്കെ സിജോയെ അലക്കി ഓണാക്കാൻ ഇട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. തീപ്പൊരി, തീപ്പന്തം എന്നീ കാര്യങ്ങളൊക്കെ സിജോയ്ക്കെതിരെ എടുത്തിടുന്നുണ്ട്. സിജോ ഇതൊക്കെ നൈസായിട്ട് കേട്ടോണ്ടിരിക്കുകയാണ്. മറ്റേ സ്റ്റൗവിൻ്റെ അവിടെ പോയിട്ട് തീ കത്തിക്കാൻ വേണ്ടി സിജോ ഊതുന്ന ഒരു സംഭവം ജാസ്മിൻ കാണിക്കുന്നുണ്ടായിരുന്നു. നോറ അവിടെ അടിച്ച കൗണ്ടറും ഭയങ്കര രസമായിരുന്നു. അഭിഷേകായിട്ട് നോറ അടിച്ച കൗണ്ടറൊക്കെ അടിപൊളിയായിരുന്നു. സിജോ വന്ന സമയത്ത് കാട്ടുതീ എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞു, തീ എന്ന് പറയുന്ന ഒരു വേർഡ് പറഞ്ഞു. പിന്നീട് സീസൺ 6 അത് പറഞ്ഞിട്ട് അപമാനിക്കാത്ത ഒരു സാഹചര്യവും ഇല്ല. അഭിഷേകിൻ്റെ മെഴുകുതിരി പോലെ തന്നെയാണ് സിജോയുടെ കാട്ടുതീ. സിജോ പറഞ്ഞ ആ ഒരു കാട്ടുതീ ശരിക്കും പറഞ്ഞാൽ കണ്ടസ്റ്റൻസിനും കാണാൻ പറ്റിയില്ല, നമുക്കും കാണാൻ പറ്റിയില്ല. ഈ കാട്ടുതീ ആയിട്ട് വരേണ്ട സാഹചര്യങ്ങളിൽ ചക്കരെ മോനെ ചേട്ടായി പറയുന്നത് കേക്ക്, ചേട്ടായി അത് അങ്ങനെയല്ല മോനെ എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇതാണ് സിജോയുടെ കാട്ടുതീ. ഇതെന്ത് കാട്ടുതീ എന്ന് കണ്ടസ്റ്റൻസ് ഓർക്കും, നമ്മളും ഓർക്കും. ഇതിനോടൊപ്പം ജയിൽ നോമിനേഷൻ എന്ന് പറയുന്ന പരിപാടിയും ഇതേ രീതിയിൽ തന്നെ ബിഗ് ബോസ് നടത്തുകയുണ്ടായി. ഇപ്പോൾ ഓരോ ആളുകളും ജയിൽ നോമിനേഷനിലേക്ക് ഓരോ ആൾക്കാരെ പറയുകയാണ്. നമുക്കറിയാം ആരെയൊക്കെ പറയും. നോറ ആരെയൊക്കെ പറയും. നോറ ജിൻഡോയ്ക്കെതിരെയും അതേപോലെ തന്നെ ജാസ്മിനെതിരെയൊക്കെ പറയും. അപ്പോൾ അർജുൻ നോറയായിട്ട് വന്നിട്ട് അങ്ങനെ പറയുകയാണ്. ഋഷി ഇപ്പോൾ ഈ ജയിൽ നോമിനേഷനൊക്കെ വരുന്ന സമയത്ത് എങ്ങനെയാണ് പ്രതികരിക്കുന്നത് എന്നുള്ളത് അഭിഷേക് കാട്ടിത്തരുന്നു. ജാസ്മിൻ എങ്ങനെയാണ് ഇടയ്ക്ക് കയറി ഇടപെടുന്നത് എന്നുള്ളത് ജിൻഡോ കാട്ടിത്തരുന്നു. ജിൻഡോ ജാസ്മിനായിട്ട് ചെയ്തത് ഓക്കെ എന്നുള്ളതേ ഉള്ളൂ. ജിൻഡോ അങ്ങോട്ട് ഓവറായില്ല. ജിൻഡോ മറ്റേ ഗബ്രിയുടെ കേസൊക്കെ എടുത്തിരുന്നുണ്ട്, അല്ലാതെ പ്രത്യേകിച്ചൊന്നും ജിൻഡോ ചെയ്തില്ല. ഞാൻ പറഞ്ഞല്ലോ, ജിൻഡോ ഗെയിം മാറ്റി സേഫ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് ദിവസങ്ങൾ അവസാനിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ്. ജിൻഡോയ്ക്ക് ഓൾറെഡി കൺഫേം ആയി. ജിൻഡോയ്ക്ക് എന്ത് സപ്പോർട്ടുണ്ട് എന്നുള്ളത് കൺഫേം ആയി. ഇന്ന് ഉർവശി ചേച്ചി വന്നിട്ട് ഓരോ ആളുകളുടെയും പേരൊക്കെ വിളിക്കുന്ന സമയത്തും കണ്ടസ്റ്റൻസിൽ കറക്റ്റായിട്ട് ഒരു ഐഡിയ ജനറേറ്റ് ആവുന്നുണ്ട്. ഇതിനുശേഷം ഉള്ളൊഴുക്ക് എന്ന മൂവിയുടെ പ്രൊമോഷനുമായിട്ട് ഉർവശി ചേച്ചി ഹൗസിലേക്ക് വരികയാണ്. അദ്ദേഹം വരുന്ന സമയത്ത് തന്നെ ആർക്കെങ്കിലുമൊക്കെ വീട്ടിൽ പോകണോ എന്നുള്ളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ജാസ്മിന് മാത്രമാണ് പോകണം എന്നുള്ളൊരാഗ്രഹമുള്ളത്, വേറെ ആൾക്കാരൊന്നും തുറന്ന് വീട്ടിൽ പോകണം എന്ന് പറയുന്നില്ല. അതേപോലെ തന്നെ അർജുനും നോറയ്ക്കും ഒന്നും വീട്ടിൽ പോകണം എന്നുള്ള താല്പര്യം തന്നെ ഇല്ല. അവരെ സംബന്ധിച്ച് എന്തിനു പോകണം? ഏറ്റവും സേഫായിട്ട് ഹൗസിൽ നിൽക്കാമെന്ന് തെളിയിച്ച ആൾക്കാരാണ് രണ്ടാൾക്കാരും. ഇപ്പം അർജുന് നമ്മൾ കഴിഞ്ഞ ദിവസം വോട്ട് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞാലും അർജുൻ ഒരു പേഴ്സണാലിറ്റി എന്നുള്ള രീതിയിൽ സീസൺ 6 കൊള്ളാവുന്ന ഒരു മനുഷ്യൻ, വളരെ അവിഞ്ഞ ഒരു ഗെയിമിലെ കൊള്ളാവുന്ന ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലാണ്. പക്ഷെ അവരെ സംബന്ധിച്ച് ഈ ബിഗ് ബോസിൻ്റെ ആ ഒരു സഫോക്കേഷനും ആ ഒരു സ്ട്രെസ്സും ഒന്നും അവരെടുത്തിട്ടില്ല. ജാസ്മിനെ പോലുള്ള ആൾക്കാരൊക്കെയാണ് അത് കൂടുതലായിട്ട് എടുത്തിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ അനസിബ് എടുത്തിട്ടുണ്ട്, ഗബ്രി എടുത്തിട്ടുണ്ട്, ജാൻമണി എടുത്തിട്ടുണ്ട്, പുറത്തു പോയിട്ടുള്ള ആൾക്കാരെല്ലാം എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിൽക്കുന്ന ആൾക്കാരൊന്നും, അതിൽ ഭൂരിപക്ഷം ആൾക്കാരും, ജിൻഡോ സ്ട്രെസ് എടുത്തിട്ടുണ്ട് ആദ്യ നാളുകളിൽ, അവിടെ നിൽക്കുന്ന ആൾക്കാരിൽ ഭൂരിപക്ഷം ആൾക്കാരും ആ ഒരു സ്ട്രെസ് എടുത്തിട്ടില്ല. ഋഷിയൊക്കെ എത്ര മുന്നേ പോകുന്ന ഞാൻ വിചാരിച്ചാണെന്നറിയോ? ഋഷിയായിട്ട് തന്നെ നിന്ന്
യാതൊരുവിധ രീതിയിലും ആളുകളെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കാതെ ഇവിടെ വരെ എത്തി. സിനിമയെക്കുറിച്ചിട്ട് ഉർവശി ചേച്ചി സംസാരിക്കുകയാണ്. ഈ ഒരു സിനിമ എന്ന് പറയുന്നത് കുറച്ച് ഓഫ് ബീറ്റ് സിനിമയാണ്. ഇതിനകത്ത് അത്രയധികം ചിരിക്ക് വകയൊന്നും ഉണ്ടായിരുന്നില്ല. അതുതന്നെയായിരുന്നു സിനിമയിൽ ഉർവശി ചേച്ചിക്ക് ഏറ്റവും വലിയ ചലഞ്ചിങ് ആയിട്ടുണ്ടായിരുന്നത്. സ്പോട്ട് ഡബ്ബിംഗ് ഒക്കെ ആയിരുന്നു. ഇമോഷണൽ ആയിട്ടുള്ള രംഗങ്ങൾ കൈകാര്യം ചെയ്യാൻ ഇപ്പോഴുള്ള ബുദ്ധിമുട്ടിനെ കുറിച്ചിട്ടൊക്കെ അദ്ദേഹം പറയുന്നുണ്ട്. ജാസ്മിനെ ഈ ഒരു ഘട്ടത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ജാസ്മിനോട് നാച്ചുറൽ ബ്യൂട്ടിയുടെ ഒരു കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് നാച്ചുറൽ ബ്യൂട്ടി മറച്ചു വെക്കുന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായമൊക്കെ അവിടെ പറയുകയുണ്ടായിരുന്നു. ഇതിനുശേഷം ഒരു സ്പോൺസേഡ് ടാസ്ക് ആയിരുന്നു. രാത്രിയിൽ കണ്ടസ്റ്റൻസിൽ പല ആളുകളും പകലത്തെ ആ ഒരു പരകായ പ്രവേശം ഗെയിമിനെ കുറിച്ചിട്ടുള്ള ഓർമ്മകൾ പങ്കുവെക്കുകയാണ്. അവിടെ അർജുൻ നോറെ അവതരിപ്പിച്ചതിനെ കുറിച്ചിട്ടൊക്കെ ജാസ്മിൻ, അഭിഷേക്, ഋഷി എന്നിവർ സംസാരിക്കുന്നുണ്ട്. അർജുൻ്റെ കൗണ്ടറുകളൊക്കെ നല്ലതായിരുന്നു കേട്ടോ. അതിനകത്ത് ടിക്കറ്റ് ടു ഫിനാലെ ഉണ്ട്, എനിക്ക് അഭിനയിക്കണം എന്നൊക്കെ പറഞ്ഞ കൗണ്ടർ അർജുൻ പറഞ്ഞപ്പോൾ രസമുണ്ടായിരുന്നു കേൾക്കാനായിട്ട്. അതേപോലെ പെട്ടെന്ന് നമ്മുടെ നോറ അഭിഷേകായിട്ട് അങ്ങടേക്ക് കയറി വന്ന സമയത്ത് ഗ്യാപ്പ് ആർട്ടിസ്റ്റ് എന്ന് വിളിച്ചത് വളരെ രസമുണ്ടായിരുന്നു. പിന്നെ ഓരോ ഡീറ്റെയിലിംഗ് കൊടുക്കുന്നത് ഭയങ്കര രസമായിരുന്നു. നോറയുടെ തലയിലെ ആ ഒരു കെട്ട് എനിക്കത് ഭയങ്കര ബോറായിട്ട് തോന്നുന്നു. അത് അർജുൻ ഇവിടെ വെച്ചുകൊണ്ട് വരുന്നുണ്ടായിരുന്നു. മോർണിംഗ് ടാസ്കിൽ എന്തോ മറ്റേ കുളിച്ച് ഈറനോടെ തലയൊക്കെ കിട്ടി അങ്ങനെ വരുന്ന ഒരു പരിപാടി. എന്നാൽ നോറ എപ്പോഴും മറ്റേ എയർ ബ്ലോവർ വെച്ചിട്ട് മുടി ഉണക്കുന്നത് കാണാനായിട്ട് സാധിക്കും. എന്നാൽ മോർണിംഗ് ആക്ടിവിറ്റികളിൽ ഈ തലക്കെട്ട് മസ്റ്റ്. നോറ മൊത്തത്തിൽ ഫേക്ക് ആയതുകൊണ്ട് അർജുന് ചെയ്യാൻ എളുപ്പമായിരുന്നു എന്ന് അഭിഷേക് പറയുന്നു. ഈ ഒരു സമയത്ത് വിഷ്വൽ കട്ട് ചെയ്ത് നോറയിലേക്ക് പോവുകയാണ്. നോറ അപ്പോഴത്തേന് ഫേക്ക്നെസ് വിത്ത് ക്യൂട്ട്നെസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അർജുൻ എന്നെ നന്നായിട്ട് ചെയ്തു, ഞാൻ അങ്ങനെയൊക്കെയാണ്, എൻ്റെ സ്വഭാവങ്ങളൊക്കെ നല്ല രീതിയിൽ കാണിച്ചു, പക്ഷെ എന്നാലും നിങ്ങൾ അത് മനസ്സിലാക്കണം, ഞാൻ അങ്ങനെ നടക്കുന്നത് ഇങ്ങനെ കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു എക്സ്പ്ലനേഷൻ. നോറ ഭയങ്കര ഇമേജ് കോൺഷ്യസ് ആണ്. ഇമേജ് കോൺഷ്യസ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റും ഈ ഒരു ഘട്ടം വരെ നിൽക്കുന്നത് എനിക്ക് തോന്നുന്നു ആദ്യത്തെ ഒരു സീസണിലായിരിക്കും. ഏതായാലും കൊള്ളാം. പരകായ പ്രവേശം പരിപാടി ഒരു എൻ്റർടൈൻമെൻറ്റ് സമ്മാനിച്ചൊരു സംഗതിയായിരുന്നു. അർജുൻ ഒരു എൻ്റർടൈനർ എന്നുള്ള നിലയിലും പ്രേക്ഷകരുടെ വോട്ട് കൂടുതൽ നേടുന്ന ഒരു ദിനങ്ങളായിരിക്കും ഇനി വരാൻ വേണ്ടി പോകുന്നത്. എല്ലാവരും അവരുടെ സേഫ് പൊസിഷനിൽ ഇങ്ങനെ നിൽക്കുകയാണ്. ആരും വലിയ റിസ്ക് ഒന്നും എടുക്കുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫ്രണ്ട്ഷിപ്പൊക്കെ ആയിട്ട് ഹൗസിൽ നിന്ന് ഇറങ്ങാനായിട്ടുള്ളൊരു സാഹചര്യമുണ്ട്. ഇപ്പോഴത്തെ സ്ഥിതിയിൽ ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ പേഴ്സണൽ ഗ്രഡ്ജ് കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ ആഗ്രഹമുണ്ട്. നന്ദി.